ഫാമിലിയ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫാമിലിയ കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് പേരൻറ്റിങ്ങിനെക്കുറിച്ച് സംസാരിക്കാനായിട്ടുള്ള ഒരു സീരീസാണ്. പേരൻറ്റിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു കുഞ്ഞിൻ്റെ ജനനം മുതൽ വളർച്ചയിൽ ആ കുഞ്ഞിൻ്റെ വ്യക്തിത്വ വികാസത്തിലും ജീവിത വിജയത്തിലും ഒക്കെ സ്വാധീനം ചെലുത്തുന്ന അനേകം ഘടകങ്ങളുണ്ട്. മാതാപിതാക്കളോടുള്ള ബന്ധം, അവരുടെ രക്ഷാകർതൃ ശൈലികൾ, കുഞ്ഞ് സമ്പർക്കത്തിലായിരിക്കുന്ന വ്യക്തികളുടെ സ്വാധീനം, സാഹചര്യങ്ങളുടെ സ്വാധീനം, അവർക്ക് കിട്ടുന്ന പരിശീലനങ്ങൾ, അവർക്ക് കിട്ടുന്ന എക്സ്പോഷർ, അങ്ങനെ അനേകം ഘടകങ്ങൾ, പിന്നെ പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടുന്ന കാര്യങ്ങൾ, അങ്ങനെ അനേകം കാര്യങ്ങളുണ്ട് ഒരു വ്യക്തിയുടെ വ്യക്തിത്വ രൂപീകരണത്തിലും വികസനത്തിലും ഒക്കെ പങ്കുവഹിക്കുന്ന. എന്നാൽ ഇവയിൽ ഏറ്റവും കൂടുതൽ ഒരു കുഞ്ഞിനെ സ്വാധീനിക്കുന്ന, അവരുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ സ്വാധീനം ചെലുത്തുന്ന ഘടകം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പേരൻറ്റിങ് തന്നെയാണ്. അതുകൊണ്ടാണ് പേരൻറ്റിങ്ങിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫാമിലിയുടെ ആദ്യത്തെ എപ്പിസോഡിൽ ചിന്തിക്കേണ്ടത് പേരൻറ്റിങ്ങിലേക്ക് കയറുമ്പോൾ മാതാപിതാക്കളുടെ മനസ്സിലുള്ള എക്സ്പെക്റ്റേഷൻസ് ഏത് തരത്തിലുള്ളതാണ് എന്നതാണ്. പേരൻറ്റിങ്ങിലേക്ക് കടന്നു വരുന്ന അനേകം മാതാപിതാക്കൾ, എല്ലാവരുമല്ല പക്ഷേ ഒരു വലിയ വിഭാഗമെങ്കിലും ഈ കാലഘട്ടത്തിൽ ഒരു പെർഫെക്റ്റ് പേരൻ്റ് ആവുക എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി കടന്നു വരുന്നവരാണ് എന്ന് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഒരു വീഴ്ചയും വരുത്താത്ത, ഒരു കുറവും വരുത്താത്ത, തങ്ങളുടെ കുട്ടികളെ ഏറ്റവും പെർഫെക്റ്റായിട്ട് വളർത്താൻ കഴിയുന്ന മാതാപിതാക്കളാകുക എന്നൊരു ആഗ്രഹത്തോടു കൂടി പലരും കുഞ്ഞുങ്ങളെ സ്വീകരിക്കുകയും പേരൻറ്റിങ്ങിലേക്ക് കാൽ ചുവട് വയ്ക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഇത് അത്ര ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മനോഭാവമല്ല. പെർഫെക്ഷനിസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതിൽ തന്നെ അതിനൊരുപാട് നെഗറ്റീവ് കോൺസിക്വൻസസ് ഉണ്ട്. പെർഫെക്ഷൻ എന്ന് പറയുന്നത് നമുക്കൊരു അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് പേരൻ്റ് ആവുക എന്ന ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഒരു വ്യക്തി തൻ്റെ കുഞ്ഞിനെ സ്വീകരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ പേരൻറ്റിങ്ങിലേക്ക് കടന്നു വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് ഒരുപാട് സ്ട്രെസ്സും ആങ്സൈറ്റിയും, ചിലപ്പോഴൊക്കെ അവരുടെ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഡിപ്രഷനിലേക്കും ഒക്കെ പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് പേരൻറ്റിങ്ങിലേക്ക് കയറുമ്പോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് തങ്ങളെക്കുറിച്ചും കുഞ്ഞിനെക്കുറിച്ചും അതുപോലെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും നമ്മൾ സൂക്ഷിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. എത്ര കഴിവുള്ളവരാണെങ്കിലും മനുഷ്യരും നമ്മുടെ സാഹചര്യങ്ങളും പലപ്പോഴും നമ്മുടെ നിയന്ത്രണത്തിന് അതീതമായിരിക്കാം. അതുകൊണ്ട് തന്നെ കുറവുകളും കുഴപ്പങ്ങളും വീഴ്ചകളും ഒക്കെ മറ്റെല്ലാ മേഖലയിലും സംഭവിക്കുന്നത് പോലെ തന്നെ പേരൻറ്റിങ്ങിലും സംഭവിക്കുന്നതാണ്. ഒരു പെർഫെക്റ്റ് പേരൻ്റ് ആവുക എന്നുള്ളതിനേക്കാൾ ഒരു നല്ല പേരൻ്റ് ആകാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അതേസമയം അതോടൊപ്പം വരുന്ന വീഴ്ചകളെയും കുറവുകളെയും അംഗീകരിക്കുക, റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് സൂക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്.